ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് ഈ പറയുന്ന ഒരുപാട് ഭരണ അസ്ഥിരതയുള്ള അല്ലെങ്കിൽ പട്ടിണിയും പരിവട്ടവും ഈ സംവിധാനങ്ങളാകെയും തകർന്നു കിടക്കുന്ന ചില രാജ്യങ്ങളായിട്ടാണ്. നിയമ സംവിധാനങ്ങൾ, ക്രമസമാധാന പാലനം, ഇതൊക്കെ തകർന്നു കിടക്കുന്നതാണ് ഈ ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്ന തരത്തിൽ ഈ പാശ്ചാത്യ ലോകങ്ങൾ വലിയൊരു നെറേറ്റീവ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ലോകത്ത് ഒരുപാട് വെളുത്തവൻ്റെ തിളക്കം മുഴുവൻ കറുത്തവൻ്റെ സമ്പത്തും അധ്വാനവും അത് പിടിച്ചെടുത്തതും കൊള്ള ചെയ്തതുമൊക്കെയാണ് എന്നതാണ് സത്യം. സമീപ ഭൂതകാലം വരെ കോളനികളായി ഇതുപോലെയുള്ള രാജ്യങ്ങളെ വെച്ച് എല്ലാത്തരം ചൂഷണങ്ങളും നടത്തി മുഴുവൻ സാമ്പത്തിക ചൂഷണവും നടത്തിയതിന് ശേഷം അവരവർക്കിഷ്ടപ്പെട്ട കളിപ്പാവകളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി തോന്നുമ്പോഴൊക്കെയും അട്ടിമറികളും അത്തരം കാര്യങ്ങളുമൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഈ പാശ്ചാത്യനെന്നും സ്വാതന്ത്ര്യവാദിയെന്നും സമത്വവാദിയെന്നുമൊക്കെ പറയുന്ന ആഗോള ഭീകരവാദികളുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. ബുർക്കിന ഫാസോ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട് ആഫ്രിക്കയിൽ. ആ രാജ്യത്തെക്കുറിച്ച് അധികമാരും കേട്ടിട്ടുണ്ടാവില്ല. ആ രാജ്യത്തിൻ്റെ പേരിൻ്റെ വാക്കിൻ്റെ അർത്ഥം അഴിമതികളില്ലാത്ത ആളുകൾ ഭരിക്കുന്ന നാട് എന്നർത്ഥത്തിലാണ്. ആ നാട്ടിൽ ഇബ്രാഹിം ട്രോറെ എന്ന് പറയുന്ന ഒരു 37 വയസ്സുകാരനാണ് ഇപ്പോൾ ആ രാജ്യം ഭരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷമായി ഭരിക്കുന്ന അദ്ദേഹത്തെ ഏതാണ്ട് 18 തവണ വധിക്കാൻ ശ്രമം നടത്തി അതിൽ നിന്ന് രക്ഷപ്പെട്ട ആളാണ്. ഇനിയും എത്ര നാൾ ഉണ്ടാകും എന്നറിയില്ല. പക്ഷേ തികഞ്ഞ നീതിമാനും സോഷ്യലിസ്റ്റും കമ്മ്യൂണിസ്റ്റുമൊക്കെയായ ഇബ്രാഹിം ട്രോറെ അദ്ദേഹം ഈ ബുർക്കിനോ ഫാസോ എന്ന് പറയുന്ന രാജ്യത്തെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോവുകയും അതിൻ്റെ പേരിലുള്ള പാശ്ചാത്യ ലോകത്തിൻ്റെ നെറേറ്റീവുകളെ പൊളിച്ചടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വാർത്തയും വീഡിയോ ക്ലിപ്പുമൊക്കെ ഇന്ന് വ്യാപകമായി സാമൂഹ്യ മാധ്യമത്തിലുണ്ട്. നിങ്ങളും കണ്ടു കാണുമെന്നാണ് വിചാരിക്കുന്നത്. ഏതാണ്ട് 63% മുസ്ലിം പോപ്പുലേഷനുള്ള രാജ്യമാണ് ഈ ബുർക്കിനോ ഫാസെ. അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് റോമൻ കാത്തലിക്സ് ആയിട്ടുള്ള ക്രൈസ്തവ മതവിശ്വാസികളാണ്. പിന്നെ ബാക്കി എല്ലാ മതങ്ങളോട് ചേരുന്ന മറ്റ് കുറേ ജനവിഭാഗങ്ങളും. ഈ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് സ്വർണം, മാംഗനീസ്, അതുപോലെയുള്ള മഗ്നീഷ്യമൊക്കെയുള്ള അപൂർവമായ ലോഹസങ്കരങ്ങളുടെ മൈനുകൾ ധാരാളമായുണ്ട്. ഈ മൈനുകളൊക്കെയും ഏതാണ്ട് 1968 വരെ, ഈ അടുത്ത സമയം വരെ 68 വരെ ലോകത്തിലെ വലിയ ഈ സംരക്ഷണവാദികളെന്ന് പറയുന്ന ഫ്രഞ്ചുകാരുടെ കോളനിയായിരുന്നു. അവരാണ് ഇത് മുഴുവൻ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് ആ രാജ്യത്തെ മുഴുവൻ അസ്ഥിരമാക്കുകയും പട്ടിണിയിലാക്കുകയും തകർക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോഴാണ് 68ലോ 70ലോ ആണ് അതിനൊരു മോചനം കിട്ടിയത്. എങ്കിലും അവിടെ ഒരു ശക്തമായ ഭരണം കൊണ്ടുവരാതിരിക്കാൻ ഈ അമേരിക്കയും പാശ്ചാത്യ ശക്തികളും എല്ലാ ശ്രമവും നടത്തുന്നതിനിടയിലാണ് 2022 ഇബ്രാഹിം ട്രോറെ എന്ന 34-കാരൻ അന്ന് അധികാരം പിടിക്കുന്നത്. എന്നിട്ട് ചങ്കുറപ്പോടെ കരളുറപ്പോടെ സത്യസന്ധമായി ഈ 3 വർഷക്കാലമായി ആ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നു. അയാളുടെ കുറച്ച് വർത്തമാനങ്ങളുണ്ട്. ആ വർത്തമാനങ്ങൾ ഒന്ന് കേൾക്കേണ്ടതാണ്. ഒന്ന് കേൾക്കാം. എന്നിട്ടതിനെക്കുറിച്ച് ഞാൻ ചുരുക്കി പറയാം. BBC France 24. I'm watching you all. I'm recording every lie. I'm archiving every distortion. I am Ibrahim Traore, and today I'm pulling off your masks. Yes, you heard correctly. I, whom you call a young military junta leader, whom you brand as a dangerous radical, whom you serve up as an anti-Western dictator, am now telling you the truth. And this time you cannot turn off your microphones. This time you cannot turn away your cameras. This time your editors cannot cut this speech, because the world you monopolize no longer exists. ഇത്തവണ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമറ അണയ്ക്കാനാവില്ല, എൻ്റെ ശബ്ദത്തെ മുറിക്കാനാവില്ല, വ്യാജ നിർമ്മിതികൾ നടത്താനാവില്ല. നിങ്ങളുടെ മുഖമൂടി ഞാൻ വലിച്ചു കീറാം. അതിന് പോവുകയാണ്. ഇബ്രാഹിം ട്രോറെ എന്ന എന്നെ നിങ്ങൾ ലോകത്തിന് പരിചയപ്പെടുത്തുന്നത് തീവ്രവാദി, ഭീകരവാദി എന്നുള്ള തരത്തിലൊക്കെയാണ്. അത് നിങ്ങളുടെ നറേറ്റീവാണ്. എന്നാൽ ഇപ്പോൾ ഞാനതിൻ്റെ സത്യം ലോകത്തോട് പറയുകയാണ്. Millions will hear these words now, without passing through your filters, without being subjected to your distortions, without being muddied by your lies. I am 34 years old. Every day of my life, I grew up with your lies. As a child, I would watch Africa on television. Always the same images. Children with flies, dry lands, weapons, death. This is Africa, they told us. This is what Africa is. We were ashamed of ourselves. We were ashamed of our own lands, of our own people. But then I grew up. I read, I researched, I questioned, and I understood that.
Humanity, as if we were savages left outside of civilization, as if we were wretches waiting for you to save us. Every day, every hour, every minute, the same story plays on your screens. Hunger, war, disease, corruption, terror, chaos. These are the words that come to mind when Africa is mentioned. In your Africa dictionary, there are no other words. No hope, no success, no development, no resistance, no honor, no pride, no victory. So I ask you, New York Times, Washington Post, Guardian, Le Monde, have you ever made Africa's successes your headlines? How many times have you written about Rwanda's technology miracle? How many times have you shown Ethiopia's reforestation project? ഞാൻ ചെറുപ്പം മുതൽ നിങ്ങളെ കേൾക്കുമ്പോഴെല്ലാം കേൾക്കുന്നൊരു ആഫ്രിക്കയുണ്ട്. മുഴുവൻ പ്രശ്നങ്ങളും കുഴപ്പങ്ങളുമുള്ള ആഫ്രിക്ക. ഞങ്ങളെ നിങ്ങളുടെ വാർത്തകളിലൂടെ നാണം കെടുത്തി, ലജ്ജയുള്ളവരാക്കി, മാനസികമായി സ്വയം തകർന്നു പോകുന്ന നിലയിലേക്ക് എത്തിച്ചു. എപ്പോൾ പറഞ്ഞാലും യുദ്ധം, പട്ടിണി, അഴിമതി, ഭീകരവാദം, ഇതൊക്കെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. വാഷിങ്ടൺ പോസ്റ്റിനോ ന്യൂയോർക്ക് ടൈംസിനോ ഈ ആഫ്രിക്കയിൽ നടക്കുന്ന ഏതെങ്കിലും നല്ല കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഇന്നുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല. How many times have you praised Botswana's democratic success? How many times have you described Kenya's entrepreneurial ecosystem? No, because these don't fit your scenario. Your Africa cannot be successful. It cannot, because then how will you legitimize your exploitation? If it's not in need of help, how will you intervene? If it's not backward, how will you look down on it? Have you ever asked yourselves, has any editor sitting at their desk, any news director in a meeting, any columnist at their keyboard ever thought, why are the people of the world's richest lands poor? Here are the numbers for you, real numbers. Africa owns 70% of the world's cobalt reserves. Your cell phone, your computer, your electric car won't work without cobalt. This cobalt comes from 70% കൊബോൾട്ടിൻ്റെ ശേഖരമുള്ള രാജ്യങ്ങളാണ് ആഫ്രിക്കയിലുള്ളത്. നിങ്ങളുടെ മൊബൈൽ ഫോണുകളോ ബാക്കിയുള്ള ഒരു ആധുനിക ഉപകരണങ്ങളോ ഈ കൊബോൾട്ട് ലോഹശേഖരമില്ലാതെ നിർമ്മിക്കാനാവില്ല. എന്നിട്ട് അത് നിങ്ങൾ ലോകത്തോട് പറയുന്നില്ല. ഇത്രയും സമ്പന്നമാണെന്ന് ആരെയും കേൾപ്പിക്കുന്നുമില്ല. Congolese can't afford cell phones. Africa owns 90% of the world's platinum reserves. Catalytic converters, electronic devices, medical implants, they all need platinum. 90% ലോകത്തിലെ പ്ലാറ്റിനം റിസർവ് ഉള്ളത് ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ്, ആഫ്രിക്കയിലാണ്. മെഡിക്കൽ ട്രാൻസ്പ്ലാന്റിലും മറ്റൊരുപാട് നിർമ്മാണ മേഖലകളിലും ഈ പ്ലാറ്റിനത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ചറിയാം. പക്ഷേ അത് നിങ്ങൾ പറയില്ല, പ്രചരിപ്പിക്കില്ല. From South Africa, but South Africans are crushed by unemployment. Africa provides 30% of the world's gold production. Mali, Burkina Faso. ലോകത്തിലെ കോൾ പ്രൊഡക്ഷൻ്റെ 30% സംഭാവന ചെയ്യുന്നത് ആഫ്രിക്കയാണ്. Ghana, Tanzania, gold flows like rivers from our lands, but our people swim in poverty. Africa supplies 65% of the world's diamond production. ഡയമണ്ട് പ്രൊഡക്ഷൻ ലോകത്തിൽ 65% സംഭാവന ചെയ്യുന്നത് ആഫ്രിക്കയാണ്. Botswana, Angola, Congo, Sierra Leone, billions of dollars worth of diamonds are extracted, but our miners live on $1 a day. Africa owns 35% of the world's uranium reserves. Niger, Namibia. ലോകത്തിലെ യുറേനിയൻ റിസർവ്സിൻ്റെ 35% ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ്. ഇത് പറയുമ്പോൾ അവിടുത്തെ ജനങ്ങളൊക്കെയും വെറും തുച്ഛമായ കൂലിക്ക് ഈ പാശ്ചാത്യൻ്റെ കോളനിവൽക്കരണത്തിലൂടെ, ഇടപെടലത്തിലൂടെ, അവൻ്റെ ബിനാമിനികളിലൂടെ, അവൻ്റെ കമ്പനികളിലൂടെ ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന് ഉറക്കെ പറയുകയാണ് ഇബ്രാഹിം ട്രോറെ. Nuclear plants run on our uranium. Paris lights burn with our uranium. But our villages have no electricity. And you still ask, why is Africa poor? No, the right question is, how was Africa kept poor while being so rich? Here's your answer. ഈ സംവിധാനങ്ങളെല്ലാം ഉണ്ടെങ്കിലും ആഫ്രിക്കൻ ഗ്രാമങ്ങൾ പലതും ഇരുട്ടിലാണ്, വൈദ്യുതിയില്ല. യഥാർത്ഥത്തിൽ നിങ്ങൾ പ്രചരിപ്പിക്കുകയാണ് ആഫ്രിക്ക വളരെ ദരിദ്രമാണെന്ന്. അതിനേക്കാൾ വലിയ ചോദ്യം, എങ്ങനെയാണ് ഈ ആഫ്രിക്കയെ ഇത്രയുമെല്ലാം സമ്പത്തുണ്ടാക്കിയിട്ടും ദരിദ്രമാക്കിയിരിക്കുന്നത് എന്നതാണ് ചോദ്യം. Colonialism didn't end, it changed shape. You used to come and occupy our lands. Now you come and establish companies. You used to take by force. Now you make agreements. You used to rule with the whip. Now ഇത്രയും സമ്പൽ സമൃദ്ധമായ ഈ രാജ്യത്ത് നിങ്ങൾ വന്ന് കോളനികളാക്കുന്നു. നിങ്ങളുടെ കമ്പനികൾക്ക് അവിടെ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകുന്നു. നിങ്ങളുടെ കമ്പനികൾ ഇതെല്ലാം ചൂഷണം ചെയ്യുന്നു. നിങ്ങളുടെ രാജ്യങ്ങളും നിങ്ങളുടെ കമ്പനികളും തടിച്ചു കൊഴുക്കുന്നു. Let me give you concrete examples with numbers, names, dates, but you'll never write about these. ഇബ്രാഹിം ട്രോറെ പറയുകയാണ്, ഇങ്ങനെ ചെയ്യുന്ന കമ്പനികളുടെ പേരുകൾ, അതിൻ്റെ എണ്ണം, അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ അതൊക്കെയും പറയാം. പക്ഷേ നിങ്ങൾ വാഷിങ്ടൺ പോസ്റ്റിലും ന്യൂയോർക്ക് ടൈംസിലും ഞങ്ങളെക്കുറിച്ച് എഴുതുന്ന ലേഖനങ്ങളിലും ഇത് പരാമർശിക്കില്ല. Glencore,
Swiss-based mining giant, extracting cobalt in Congo. 2022 revenue, $256 billion. Tax paid to Congo, $500 million. That's 0.2%. Is this justice? Rio Tinto, British-Australian mining giant, extracting bauxite in Guinea, 20 million tons annually. What's left for Guinea? Environmental pollution and cancer. Total Energies, French oil giant, extracting oil in Angola, Nigeria, Congo. 2022, profit, $36 billion investment in Africa, dirty pipelines, Anglo-American, founded in South Africa but now in London. Diamonds, platinum, iron, taking everything. What it left in South Africa? 6 million unemployed miners. And these are just the tip of the iceberg. What about the invisible, the secret deals, the offshore accounts, the transfer pricing tricks? Every year, $88 billion in illegal money flows out of Africa. Who writes about this? Every year, $45 billion in aid comes to Africa. Everyone writes about this, but no one says Africa is not the continent receiving aid, it's the continent giving aid. While you zoom your cameras on swollen bellies, there is a huge system working silently in the background. Every day, tons of gold, diamonds, cobalt, uranium, oil leave our land. But how? Here is the system. Step 1, create corruption, bribe our leaders, open offshore accounts, promise them a life of luxury, send their children to your schools. Step 2, make deals, get 50-year, 99-year concessions, ask for tax exemptions, be exempt from environmental rules, ignore labor rights. Step 3, control the infrastructure. Take over ports, airports, railways, but only from the mine to the harbor. Don't build roads to the villages. Don't bring electricity to schools. Step 4, provide security. Set up private security companies. Arm them. Declare protesting. Step 5, silence the media. Buy local journalists. Suppress opposing voices. Serve internal unrest news to international media. And this is how the system works. It's been working like this for 100 years, and you don't see this system. You don't want to see it, because you're part of this system too. Who are the biggest advertisers of New York Times, CNN, BBC, oil companies, mining companies, arms companies, pharmaceutical cartels, the companies that exploit Africa? You live on their money, you defend their interests, and what I'm about to tell you might cost me my life, but it's no longer time to be silent. France's system in Africa is the CFA franc. 14 African countries still use French colonial currency. 50% of these countries' central bank reserves sit in the French treasury. France applies negative interest to this money, so we pay France to use our own money. Through this system, France transfers $500 billion worth of resources from Africa every year. Does anyone write about this? No. But when France gives Africa 10 billion euros in aid, it makes headlines. Britain's system is more sophisticated. London is the world's money laundering center. City of London, offshore paradise. Every penny stolen from Africa passes through London. Jersey, Guernsey, Cayman Islands, Virgin Islands, all under British control. Africa's wealth hides there. America's system is AFRICOM, Africa Command, 46 military bases on the continent. Official purpose, security. Real purpose, resource control. Drones in our airspace every day, listening devices everywhere. They say fighting terrorism, but it's not terrorists. It's people's leaders who are targeted. China is the new player, says win-win, builds infrastructure, gives credit, but in exchange for what? 99-year port concessions, mining rights, agricultural lands, debt-trap diplomacy, ask Sri Lanka, ask Zambia, and you write about none of this. Why? Because you're not free press. You're corporate press. Your bosses are billionaires. Jeff Bezos bought Washington Post. Why? For love of journalism? Rupert Murdoch's media empire, Fox News, Wall Street Journal, The Sun, The Times, all from the same hand, all giving the same message. West is good, others are bad. Carlos Slim is the largest shareholder of New York Times, Mexican billionaire. Where's his wealth from? Monopolized telecommunications, got rich off Latin America's back, now controls America's most respected newspaper. And you claim to do independent journalism? Who are your editors? Which schools did they graduate from? Harvard, Yale, Oxford, Cambridge? Always the same elite schools, always the same worldview, always the same prejudices. How are your reporters selected? How many languages does your Africa correspondent speak? French, English, that's all. Swahili, Hausa, Yoruba, Amharic, they don't know. They can't talk to the people. Your sources are always the same. Western diplomats, NGOs, experts, and then you come. കേട്ടല്ലോ, ഇത് വെർബാറ്റിമായി ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. കൃത്യമായി പറഞ്ഞതത്രയും. ഇത് ആഫ്രിക്കയെക്കുറിച്ച് ലോകം ധരിച്ചു വച്ചിരിക്കുന്ന ധാരണകൾ തിരുത്തി കുറിക്കേണ്ടതാണ്. ഇവിടെ ഞാൻ ഇബ്രാഹിം ട്രോറയും ഈ വർത്തമാന കാലഘട്ടത്തിലെ സ്ഥിതിയും മാത്രം ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് സംപ്രേഷണം ചെയ്യുന്നത്. കാണണം, പങ്കുവെക്കണം.